ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മുട്ട പുഴുങ്ങണ മെഷീനെ കുറിച്ചിട്ടാണ്. മുട്ട പുഴുങ്ങണ മെഷീൻ ഒരു 250-300 രൂപയ്ക്കുള്ള മീഷോയിൽ അവൈലബിൾ ആണ്. അത് ആർക്കൊക്കെ ഉപയോഗപ്രദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലേഴ്സ്, ബാച്ചിലേഴ്സ്, ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു 7 മുട്ട വരെ ഒറ്റ ടൈമിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യണേ. പിന്നെ 5 മിനിറ്റ്സ് ആണെങ്കിൽ സോഫ്റ്റ് ബോയിലും 10 മിനിറ്റ്സ് ആണെങ്കിൽ ഹാർഡ് ബോയിലും ആയിട്ടും കിട്ടും. ഈ കുക്കറൊക്കെ എടുത്ത് മുട്ട പുഴുങ്ങണേക്കാളും ഈസി ആയിട്ട് നമുക്ക് പുഴുങ്ങാവുന്നതാണ്. അപ്പോൾ കിച്ചണിൽ വേണ്ട ഒരു മസ്റ്റ് ഹാവ് ഗാഡ്ജറ്റ് തന്നെയാണ് ഈ മുട്ട പുഴുങ്ങണ മെഷീൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണം അടിയിൽ. പിന്നെ ഈ വൈറ്റ് പ്ലേറ്റിൽ 7 മുട്ട വയ്ക്കാൻ പറ്റും. മുട്ട ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ ടോപ്പ് എടുത്തത് മൂടി വയ്ക്കുക. ഇതിനുള്ളിൽ കാര്യമായിട്ട് തന്നെ വെള്ളം ഒഴിക്കണം. ആ മെഷറിംഗ് കപ്പിലുള്ളതിനേക്കാൾ 2 ഇരട്ടി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ മെഷറിംഗ് കപ്പിനുള്ള 2 ഇരട്ടി വെള്ളം ഒഴിച്ചാൽ നല്ലതായിരിക്കും. 2-3 ഇരട്ടി ഒഴിക്കാം. അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. 7 മുട്ട ഉണ്ടെങ്കിൽ ഈ ഒരു കപ്പ് കൊണ്ടുള്ള വെള്ളമൊന്നും അതിന് പോരാ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ കട്ട് ഓഫ് ഇല്ല, അത് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പ്ലഗ് ഓൺ ചെയ്യുക, ആ റെഡ് ലൈറ്റുള്ള സ്വിച്ച് ഓൺ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് സോഫ്റ്റ് ബോയിൽ, 10 മിനിറ്റ്സ് കൊണ്ട് ഹാർഡ് ബോയിൽ. ഓട്ടോ കട്ട് ഓഫ് ഇല്ല, വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ മറന്നു പോകരുത്. അപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക, എന്നിട്ട് തുറക്കുക. നല്ല ചൂടായിരിക്കുമ്പോൾ ആ സാധനം തന്നെ പിടിച്ച് തുറക്കാൻ നോക്കുക. ആ സാധനം ചിലപ്പോൾ നമ്മൾ മറന്നു പോവും. അപ്പോൾ ആ സംഭവം പിടിച്ച് തുറന്ന് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. എന്നിട്ട് നമ്മളത് പതുക്കെ മുട്ടയെടുത്ത് വെള്ളത്തിലിടുക. 10 മിനിറ്റ്സ് ഹാർഡ് ബോയിൽ ചെയ്ത എഗ്ഗാണിത്. ഈസി ആയിട്ട് തോടൊക്കെ പൊളിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു.